എന്നുള്ള സംഭവം. അതായത് കളിമണ്ണോണ്ട് ഉരുണ്ടുണ്ടാക്കിയിട്ട് ആടിനെ കൊണ്ട് അതിൽ പുള്ളിക്കുക. എന്തൊക്കെ മനുഷ്യക്കാണ് നാട്ടില്. പാലക്കാട് ഒരു കോഴി ഫാമിലി വന്നപ്പോ അവിടെ കോഴി ഒരു മുട്ടയിലെടുക്ക. ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാല് കോഴീനെ പറ്റിക്കുക. എന്തെന്ന് 12 മണിക്കൂർ ഇരുട്ട്, ആ 12 മണിക്കൂർ പകലല്ല, അതിനെ കട്ട് ചെയ്ത് ഒരു മുട്ട ഇട്ടിട്ട് പിന്നെ കടവാൻ ഇരുട്ടാക്കും. കോഴി വെച്ച് രാത്രിയല്ലേ അതെ, പിന്നെ വെളിച്ചം വരുമ്പോ പകലായില്ലേ പറഞ്ഞിട്ട് പിന്നെ അടുത്ത ഇരുട്ടാക്കും. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കും. കോഴിയിൽ കോഴിയില്ല. നിങ്ങൾ പറയാം കോഴിയിൽ കോഴിയില്ല. തിന്നോ കോഴിയില്ല. കോഴിയിൽ കോഴിയൊന്നുമില്ല. ഈ കോഴി ജനിച്ചതറിയുള്ളൂ. തിന്ന മുട്ടിട തിന്ന മുട്ടിട. ഈ മുട്ട ചാത്തലൊന്നും അറിഞ്ഞിട്ടില്ല. കോഴി ചാത്തല കണ്ടിട്ടേ ഇല്ല. മുട്ട കോഴിയിട്ടുണ്ട്. ഈ മുട്ട തിന്നാൽ അതിന് കോഴിയുണ്ടോ? കോഴിയില്ല. വെറുതെ പിണ്ണാക്ക് പോലത്തെ ഓരോ കോഴീനെ തിന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല തിന്നിട്ട്. അപ്പൊ എന്താ ഇതൊക്കെ ചെയ്യണതാരാ? ഞാൻ പറയണത് ഇതൊക്കെ ചെയ്യണതാരാ? കോഴിയൊന്നും കുറ്റം ചെയ്യണില്ലാട്ടാ. കുറ്റം ചെയ്യുന്നത് മനുഷ്യനാ. നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ആകൃതിയല്ല, നമ്മുടെ പ്രകൃതിയാണ് മനുഷ്യൻ. നമ്മൾ കറുത്ത നിറം, വെളുത്ത നിറം, വണ്ണം, അതൊന്നല്ല മനുഷ്യൻ. മനുഷ്യൻ അവന്റെ ഉള്ള. ഒരു മനുഷ്യൻ നമ്മളോട് സ്നേഹവും സംസാരിച്ചാൽ സ്വർഗം കിട്ടുന്നുണ്ട്. ഒരു ആശ്വാസമാക്കി വിഷമിക്കേണ്ട അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ആവും. ഒരു കൊച്ചു കരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ ആ കൊച്ചിന്റെ അമ്മ എന്താ മോനെ അപ്പോ മനുഷ്യൻ സോ പവർഫുൾ. ദൈവദാസി മറിയം ത്രേസ്യയുടെ ജീവിതം അതുപോലെ പവർഫുൾ, ദൈവാനുഗ്രഹത്തിന്റെ ശക്തിയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവാൻ ഇനി കുറെ കാലെടുക്കുന്നതാണ്. നമുക്ക് നല്ല മനുഷ്യരാകാന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ദൈവദാസിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വലിയ ഗമ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കക്ഷത്തിൽ കുരു വെച്ചിട്ടാണ് അത് ആൾക്കാർ നടക്കുന്നത്. കക്ഷത്തിൽ കുരു ഗമ, ഈ സരിഗമയത്തെ ഗമയല്ല. ഈ കക്ഷത്തിൽ കുരു വെച്ചിട്ട് എന്തിനു നടക്കണമെന്ന് ഞാനറിയാം. നമ്മൾക്ക് ഇങ്ങനെ നടക്കുന്ന പാവായിട്ട്. പ്രിയമുള്ളവർ, ഈ ലോകത്തിലെ മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ വലിയവരായിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളോട് പറയാൻ പറ്റണം. നമ്മുടെ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് പറ്റണം. ഞാൻ ചുരുക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇന്ന് മനുഷ്യന് നന്മ ചെയ്യാനായിട്ട് പേടിയാണ്. എന്തെങ്കിലും കാര്യം ഞാനില്ല, ആ കാര്യങ്ങൾക്കൊന്നും ഞാനില്ല. എന്താ കാരണം എന്നറിയോ? ഒരിക്കലും ഒരു കൊച്ചുകുട്ടി, കുട്ടികളുണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടി അവള് സ്വർഗത്തിലേക്ക് ഒരു കത്തെഴുതി. ടു ഈശോ സ്വർഗം പിയോ. ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് അല്ല പിൻ നമ്പർ വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി കത്തുണ്ട്. പോസ്റ്റ് ഓഫീസിൽ കത്തെടുക്കുന്ന പോസ്റ്റ് നോക്കിയപ്പോ ടു ഈശോ സ്വർഗം. എന്റെ അമ്മ ആരത്? തുറന്നു നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കുകയാണ്, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്യാൻസർ ആണ് ഈശോയെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചറ്. എനിക്ക് 100 രൂപ തരണം. ഒപ്പ് ഈ കുട്ടി. ഈ പോസ്റ്റ്മാൻ ഒരു കൗതുകം തോന്നി. കൊള്ളാട്ട, ഈ കുട്ടിയുടെ ഒരു മനസ്സ് കണ്ടോ? പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? കിട്ടിയ പോലെ ഒരു വന്നിട്ടുണ്ട്. ഹലോ, ആരാണ്? ആ കൊച്ചുപിടി ഉണ്ടോ? മറുപടി കിട്ടിയിട്ടുണ്ട്. മറുപടി കവർ കൊടുത്തു. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നിരിക്കുന്നു. തുറന്നു നോക്കിയപ്പോ അതിലെഴുതിയിരിക്കണം, മോളുടെ ആവശ്യപ്രകാരം ഞാനിത് പൈസ അയക്കുന്നു. അപ്പൊ ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, കുട്ടിയുടെ ആഗ്രഹമല്ലേ, 50 രൂപ കവറിലിട്ടിട്ട് അവർ വെച്ച് കൊടുത്തു. അതിലുണ്ടായിരുന്നു. ഈ കുട്ടി നോക്കിയിട്ട് ആകെ വിഷമിച്ചു. എന്നിട്ട് രണ്ടാമത് കത്ത് എഴുതി പോസ്റ്റ് ചെയ്തു. ഈശോയെ, എനിക്കറിയാം ഈ പോസ്റ്റ്മാൻ കള്ളന, 50 രൂപ കട്ടു, 50 രൂപ തന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. അതായത് ഇന്ന് മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം അവൻ നമ്മളെ ഭൂമുഖവാതിൽ സ്നേഹം തുളുമ്പുന്ന കുന്തിങ്ങളാണ് ഭാര്യ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭാര്യ ഇങ്ങനെ ജ്യൂസായിട്ട് നിൽക്കണം, അങ്ങനെ നിൽക്കണം. അപ്പോൾ കുടിക്ക്. അപ്പൊ ഭർത്താവ് വാങ്ങിച്ചു. അതായിരിക്കണം. അപ്പൊ ഭർത്താവ് വാങ്ങിച്ചു പറയണം, നീ ആദ്യം കുടിക്ക്. അതാണ് സ്നേഹം. ഭാര്യ കുടിക്കാണ് വേണ്ടത്. ഭാര്യക്ക് കൊടുക്കണേ, കുടിക്ക്. അതാണ് സ്നേഹം.
സ്നേഹമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നീ കുടിച്ചിട്ട് ചാവൂന്ന് നോക്കട്ടെ, എന്നിട്ട് അവിടെ എനിക്ക് കുടിക്കാം. എന്ത് ചെയ്യാ? ഞാൻ പത്രം വായിക്കണ്ട്, നിന്നെ ഓരോ ജ്യൂസും കൊണ്ട് വരവ്. ഭാഗ്യം കുറെ കഴിഞ്ഞപ്പോ ആൾക്കാർ മറന്നു പോയി, അതിനിപ്പോ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നുണ്ട്. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ ആരെയും നമ്മൾ വിശ്വസിക്കുക. ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസരം ഞാൻ ഈ സഭ എടുക്കാൻ പാടില്ല. ഈ ലോകത്തിലെല്ലാ പ്രശ്നം, നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് എന്ന് കണ്ടുപിടിച്ചു, അന്ന് തൊട്ട് നമ്മുടെ നാട് നശിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇന്ന് തന്നെ അയൺ ബോക്സ് കത്തിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ നാട് രക്ഷപ്പെടും. എല്ലാവരും അന്തപ്പെട്ട് എന്റെ മുഖത്ത് നോക്കേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല. അയൺ ബോക്സ് ഇപ്പൊ എന്ത് ചെയ്തു ഈ അച്ഛൻ പറഞ്ഞത് അത്രയ്ക്ക് പറയണേ. എടോ, അയൺ ബോക്സ് എന്തിനു ഉപയോഗിക്കണേ? മലയാളത്തിൽ പറയും. എന്തിനാ? അതാണ് പ്രശ്നം. മനസ്സിലായില്ല? ഈ തേപ്പാണ് പ്രശ്നം. അവളെല്ലാം തേച്ചു, ഇവളെല്ലാം തേച്ചു. അവിടെ ഇന്ന് തന്നെ പോയി അയൺ ബോക്സ് കത്തിച്ചേളയാ ചെയ്യില്ലേട്ടാ. അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പോഴും ആൾക്കാരെ കൂടെ ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഇപ്പോ. കാരണം എന്തെങ്കിലും പറഞ്ഞ അപ്പൊ അനുസരിക്കല്ലേ. അച്ഛന്മാര് പറയുന്നത് മുഴുവൻ അനുസരിക്കല്ലേ. കാരണം പറയേണ്ട ആവശ്യമില്ല, അനുസരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അപ്പൊ അനുസരിക്കും. അതുകൊണ്ട് അയൺ ബോക്സ് തൊട്ട് കളിക്കരുത്. തേപ്പ് പ്രിയമുള്ളവരെ, ആരെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ കേടെവിടെയാ? ആട്ട് കണ്ടതിന കേട്, പാലിന കേട്, മനുഷ്യന് വിശ്വസിക്കാം. അതുകൊണ്ട് ദൈവദാസി മറിയം തെരേസയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ എല്ലാവരും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളാക്കി കണക്കാക്കണേ. ദൈവമേ, അതുപോലെ എന്നെ ജീവിക്കാൻ ആ ദൈവദാസിയുടെ അനുഗ്രഹം ഞാനും തേടുകയാണ്. ഈ ശേഷിച്ച ജീവിതം എന്നെ കൊണ്ട് എന്തൊക്കെ ഭൂമിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ. അപ്പോഴാണ് പ്രിയമുള്ളവരെ, ഈ കോൺഗ്രിഗേഷൻ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനൊക്കെ ഈ സിസ്റ്റേഴ്സിന് പ്രചോദനം കൊടുക്കുന്നത് ഈ ദൈവദാസി മറിയം തെരേസയുടെ ജീവിതത്തിന്റെ ശക്തിയാണ്. ഈശോയുടെ അനുഗ്രഹം ഈ കോൺഗ്രിഗേഷൻ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഇവിടെ പഠിച്ചു പോകുന്ന കോളേജിലെ കുട്ടികളെ, നിങ്ങൾ ഈ ദൈവദാസിയോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് എനിക്കും ഒരു കർത്തവ്യമുണ്ട്, അത് ചെയ്തു തീർത്ത് എനിക്കും സന്തോഷിക്കാൻ സാധിക്കണം, എന്റെ ജീവിതം ധന്യമാക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവും പ്രാർത്ഥനയും നേരുന്നു. ആ ക്യാഷവാണ് ഞാൻ ഇവിടെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും കിഡ്നി രോഗികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ ആ പൈസ അവർക്ക് കൊടുത്തോളൂ. പണം കൊണ്ടല്ല, ജീവിതത്തിന്റെ കർമ്മം കൊണ്ടേ നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കും. താങ്ക് യു.